മുഹറം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും ഒക്കെ അറുതി കിട്ടിയ ഒരു മാസമാണ്. ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരി ഈ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. ആ തീ കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മോചനം കിട്ടിയത്, രക്ഷപ്പെട്ടത് മുഹറത്തിലാണ്. അതുപോലെ തന്നെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങി. ആ വിഴുങ്ങിയ സമയത്ത് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തെത്താൻ മഹാനവറുകൾക്ക് സാധിച്ച മാസമാണ് മുഹറം. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോട് ഏറ്റുമുട്ടി. ആ ഫറോവയോട് ആദർശം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഫറോവ ആക്രമിക്കുകയും ആ അക്രമത്തിൽ നിന്ന് ഫറോവയെ അല്ലാഹു തആല നശിപ്പിക്കലോടുകൂടെ മൂസാ നബി അലൈഹിസ്സലാമിന് മോചനം കിട്ടിയത്, അവിടുത്തെ വിമോചന പ്രസ്ഥാനത്തിന് വിജയം കിട്ടിയത് ഈ മുഹറം മാസത്തിലാണ്. അങ്ങനെ തുടങ്ങി സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ലോകത്തിന്റെ മുഴുവൻ അധികാരവും അല്ലാഹു നൽകി. ആ അധികാര സ്ഥാനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ലഭിച്ചത് മുഹറം മാസത്തിലാണ്. അങ്ങനെ പ്രതീക്ഷകളുടെയും സൂര്യാസ്തമയങ്ങളുടെയും നല്ല ചിന്തകളുടെയും നല്ല നല്ല പ്രതീക്ഷകളുടെയും മാസമാണ് മുഹറം എന്ന് പറയുന്നത്. ഈ വരുന്ന മുഹറമും ആ രൂപത്തിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു മാസമാകട്ടെ, ഒരു വർഷമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ആ നിലക്കാക്കി തരുമാറാവട്ടെ. പ്രിയമുള്ള